ലൈവ് അറ്റ് 6ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഇറാൻ യുദ്ധത്തിൽ യു ടേൺ അടിച്ച അമേരിക്ക. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക തങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം മാത്രം. ഒന്നാമത്തെ ലക്ഷ്യം കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുകയാണെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് തുറന്ന് സമ്മതിക്കുന്നത് ആഗോള എണ്ണ വിപണിയിലെ പ്രതിസന്ധി. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് 45 MQ-9 റീപ്പർ സർവൈലൻസ് ഡ്രോണുകൾ നഷ്ടമായതായി റിപ്പോർട്ട്. അമേരിക്കൻ ഖജനാവിന് 13,000 കോടിയുടെ നഷ്ടം. മിക്ക MQ-9 റീപ്പറുകളും വെടിവെച്ച് വീഴ്ത്തിയത് ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ചെന്നും റിപ്പോർട്ട്. ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി. വെള്ളത്തിന്റെ വിഹിതത്തിൽ കുറവ് വരുത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകും. ഇന്ത്യ സമാധാനത്തിന്റെ ശത്രുവെന്നും ഷഹബാസ് ഷെരീഫിന്റെ കുറ്റപ്പെടുത്തൽ. രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം. സവർക്കർക്കെതിരായ പരാമർശത്തിൽ കേസ് റദ്ദാക്കി സുപ്രീം കോടതി. UP സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകാത്തത് ചൂണ്ടിക്കാട്ടി നടപടി. മലപ്പുറം ആനങ്കാടിയിൽ പോലീസുകാർക്ക് മർദ്ദനം. CI അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റത് പെട്രോൾ പമ്പ് ആക്രമണ കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ. ആക്രമണം നടത്തിയത് ചെട്ടിപ്പടി സ്വദേശി മുഹമ്മദ് സാദിഖ്. മെസ്സി സന്ദർശന തട്ടിപ്പിൽ നിർണായക നീക്കത്തിന് സർക്കാർ. സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. മുൻമന്ത്രി V അബ്ദുറഹ്മാന്റെ പങ്കും അന്വേഷിക്കും. കേസ് CBIക്ക് വിടണമെന്ന് BJP. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുടഞ്ഞ് ഹൈക്കോടതി. കുറ്റപത്രം നൽകിയ കേസുകളുടെ FIR നമ്പർ നൽകാത്തതെന്തെന്ന് ചോദ്യം. ഏതു കേസിൽ എവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം ഫയൽ ചെയ്തുവെന്ന് കോടതി. ഒരു കേസിലും കുറ്റപത്രം നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മറുപടി. എല്ലാ വിശദാംശങ്ങളും കൃത്യമായി എഴുതി നൽകാൻ കോടതിയുടെ നിർദ്ദേശം. NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വീണ്ടും അതിരൂക്ഷ വിമർശനവുമായി നടൻ അനൂപ് ചന്ദ്രൻ. അനൂപിനെതിരെ പ്രതികരണവുമായി സ്ഥലം മാറ്റപ്പെട്ട സഹോദര ഭാര്യ. അനൂപുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സഹോദരൻ. NS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ നായർ സംരക്ഷണ സമിതി. വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങിന് മൊത്തുള്ള റീൽ പങ്കുവച്ച സംഭവത്തിൽ നടൻ വിക്രമിന് തമിഴ്നാട് വനംവകുപ്പിന്റെ നോട്ടീസ്. ലാർ ഗിബ്ബർ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്ന് ഉത്തരവ്. 3 ദിവസത്തിനകം ഹാജരായി വിശദീകരണം നൽകണം. കുരങ്ങിനെ കസ്റ്റഡിയിലെടുത്ത് വനംവകുപ്പ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭരണ മാനേജ്മെന്റ് തലത്തിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങി BCCI. VVS ലക്ഷ്മണന് ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് എന്ന പുതിയ സുപ്രധാന പദവി. ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിനും മുകളിലായിരിക്കുമെന്ന് BCCI വൃത്തങ്ങൾ. ഇറാൻ യുദ്ധം US-ന് കനത്ത തലവേദനയായി തുടരുന്നതിനിടെ മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നത് ഇപ്പോൾ തങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം മാത്രമാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുക എന്നതാണെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുകയാണ്. ആദ്യം നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് അവരുടെ ആണവായുധങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. ഇപ്പോൾ അമേരിക്ക തുറന്നു സമ്മതിക്കുകയാണ് യുദ്ധത്തിൽ തങ്ങൾക്ക് പിഴവ് പറ്റി. ഈ യുദ്ധം ആഗോളതലത്തിൽ എണ്ണ പ്രതിസന്ധിക്ക് കാരണമായി എന്ന്. അതായത് അമേരിക്കക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകുകയാണ് ലക്ഷ്യമെന്നാണ് ഇപ്പോൾ JD വാൻസ് പറയുന്നത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരും. മനു, ഈ പ്രധാനപ്പെട്ട പൂർണ്ണ നിയന്ത്രണം കടലിടുക്കിന്റെ അമേരിക്കൻ സൈന്യത്തിനാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. നമുക്കറിയാം, അതിനിടയിലാണ് എണ്ണ വിതരണത്തിലെ തടസ്സങ്ങൾ വിളിച്ചോകുന്ന പ്രതികരണങ്ങളും US-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തങ്ങൾക്ക് സംഭവിച്ച പിഴവ് അത് അമേരിക്ക ആദ്യമായി തുറന്നു പറയുകയാണോ? രഞ്ജിത്ത്, 2 കാര്യങ്ങൾ ഇവിടെ സുപ്രധാനമാണ്. ഒന്ന്, ഇറാൻ യുദ്ധം ആഗോള വിപണിയെ ബാധിക്കുന്നു, അത് അമേരിക്കയെയും ബാധിക്കുന്നു എന്ന സൂചനകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് JD വാൻസ് എണ്ണവില നിയന്ത്രിക്കുക, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം, അത് ഈ യുദ്ധത്തിൻ്റെ
ഒരു ലക്ഷ്യമായി തന്നെ അവർ കാണുന്നു. നേരത്തെ ഈ ആണവായുധങ്ങളെ ഇറാനിൽ നിന്ന് നിരായുധീകരിക്കുക എന്ന വലിയൊരു അജണ്ടയായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചത്. അത് പറഞ്ഞാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണയൊക്കെ തേടുകയും ചെയ്തത്. പ്രധാനമായും ഇവർ ഇങ്ങനെ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിലൊക്കെ ഒപ്പിട്ട ആണവ നിർവ്യാപന കരാറിലൊക്കെ ഒപ്പിട്ട രാജ്യമെന്ന നിലയിൽ ഇറാന് ആണവായുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള അധികാരമില്ല. അത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കും, അത് ഭീതിയും ആശങ്കയും വളർത്തും എന്നൊക്കെയുള്ളൊരു നിലപാടാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിനാണ് ചെറിയ തോതിലെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു പിന്തുണ ലഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇറാൻ തറപ്പിച്ച് പറയുന്നു. പക്ഷേ തങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇറാൻ്റെ നിലപാട് കൂടുതൽ കർക്കശമാകുന്നു. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കണ്ട എന്ന നിലപാട് അവർ തുടരുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അമേരിക്ക ഈ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ലക്ഷ്യം മാറ്റുന്നത്. മാത്രമല്ല JD വാൻസും ട്രംപും വ്യത്യസ്ത രീതിയിലാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആയുധങ്ങൾ അമേരിക്കയ്ക്ക് വെടിക്കോപ്പുകളുടെ എണ്ണം കുറയുന്നു എന്ന് JD വാൻസ് നേരത്തെ പറഞ്ഞിരുന്നു. ട്രംപ് പക്ഷേ അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അതേപോലെ ഇപ്പോൾ ഈ ട്രഷറി സെക്രട്ടറിയും ഒക്കെ JD വാൻസിൻ്റെ നിലപാടുകൾക്ക് ചുവട് പിടിച്ചുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. എണ്ണവില വലിയ തോതിൽ ആഗോള വിപണിയെ ബാധിക്കുന്നു. അത് ലോകരാജ്യങ്ങൾക്ക് ഈ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ കൂടി കാരണമാകുന്നു. കാരണം പല ലോകരാജ്യങ്ങളും എണ്ണവില വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ ഇത് ഈ യുദ്ധം അവസാനിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നു, സമാധാനം വരണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ വിപണിയെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണവില അസ്ഥിരമാകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ആ രാജ്യങ്ങളിലെ പ്രാദേശിക സർക്കാരുകളെ അത് ബാധിക്കുന്നു. അത് അമേരിക്കൻ വിരുദ്ധ നിലപാടുകളിലേക്ക് രാജ്യങ്ങളെ എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധി ഉണ്ട്. ഈ ഘട്ടത്തിലാണ് JD വാൻസ് എണ്ണവില നിയന്ത്രിക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര, കപ്പൽ ഗതാഗതം, അതുപോലെ ഈ എണ്ണ കപ്പലുകൾ അല്ലെങ്കിൽ ചരക്ക് നീക്കമൊക്കെ സുഗമമാക്കുക എന്നതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം വേണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആയുധത്തിൻ്റെ കാര്യത്തിലല്ല, ആണവായുധങ്ങളുടെ കാര്യമല്ല, ഓയിൽ ആണ് ഏറ്റവും സുപ്രധാന കാര്യം എന്ന് JD വാൻസ് വ്യക്തമാക്കുന്നത്. നേരത്തെ ലോകത്ത് മറ്റ് എല്ലാ അമേരിക്കൻ വിരുദ്ധ ചേരികളും കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അമേരിക്കയുടെ ലക്ഷ്യം എണ്ണയാണെന്ന് ഇപ്പോൾ ആ കാര്യം കുറെ കൂടി തുറന്ന് സമ്മതിക്കുകയാണ് JD വാൻസ്. തീർച്ചയായും തുടരുക മനു. ഇതിനിടയിൽ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ത്യയിലെത്തുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. 2024 ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ഉച്ചകോടിക്കിടെയാണ് ഇതിനു മുൻപ് പെസഷ്കിയാനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കണ്ടതും ചർച്ചകൾ നടത്തിയതും. ഈജിപ്ത്, എത്യോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയ്ക്കൊപ്പം 2024 ഇറാൻ ബ്രിക്സിന്റെ പൂർണ്ണ അംഗമായത്. 2025 ഇന്തോനേഷ്യയും ഈ കൂട്ടായ്മയിൽ ചേർന്നതോടെ പൂർണ്ണ അംഗങ്ങളുടെ എണ്ണം 11 ഉയരുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഈ വിഷയത്തിൽ ഇറാനുമായി വലിയ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ എതിർപ്പിനോ ഒന്നും ഇന്ത്യ പോയിട്ടില്ല. മധ്യസ്ഥ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതേ നിലപാട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ചർച്ചയിലും ഉരുത്തിരിഞ്ഞു വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചുരുങ്ങിയത് 45 MQ-9 റീപ്പർ സർവൈലൻസ് ആൻഡ് സ്ട്രൈക്ക് ഡ്രോണുകൾ നഷ്ടമായതായി റിപ്പോർട്ടുകൾ വരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. US സൈന്യത്തിൻ്റെ കൈവശമുള്ള MQ-9 ഫ്ലീറ്റിൻ്റെ 4/1 ഇത് വരുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് ഏതാണ്ട് $130 കോടി, ഇന്ത്യൻ രൂപ എടുത്താൽ ഏതാണ്ട് 13,000-നടുത്ത് കോടി രൂപ നഷ്ടമുണ്ടായി എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡ്രോണുകളിൽ ഭൂരിഭാഗവും നഷ്ടമായത് ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ചാണ്, വെടിയേറ്റും മറ്റുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചിലതൊക്കെ പരസ്പരം നിയന്ത്രിക്കുന്നവരുടെ പ്രശ്നങ്ങൾ കൊണ്ടും എയർക്രാഫ്റ്റുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിലെ അപാകത കൊണ്ടുമൊക്കെ തകർന്നു വീണു എന്നും റിപ്പോർട്ടുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നാശനഷ്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. അവരുടെ 4/1 ഇത്തരത്തിലുള്ള ഏതാണ്ട് 5 മുതൽ 6 കോടി വരെ വില വരുന്ന റഡാറുകളാണ്, ഈ ഡ്രോണുകളാണ് ഇവ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ നഷ്ടമാണ്. ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനൊക്കെ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്നും ഇത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇത്തരം ഡ്രോണുകൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അതെ രഞ്ജിത്ത്, വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇങ്ങനെ ഒരു വിവരം പങ്കുവെക്കുന്നത്. അത് ഈ MQ ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് അമേരിക്കൻ സൈന്യത്തിൻ്റെ 25%
വരുന്ന ഈ ഡ്രോണുകളാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് പറയുന്നു. 1.3 ബില്യൺ ഡോളറാണ് ആകെ നഷ്ടമായി കണക്കാക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഇത് ഇന്ത്യ പോലും ഇത്തരം ഡ്രോണുകൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു നിലപാടുണ്ടായിരുന്നു. അതുപോലെ 31 MQ-9 റീപ്പർ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് 2029 വാങ്ങാനൊക്കെ നമ്മുടെ രാജ്യം പദ്ധതിയിടുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സാഹചര്യം ഉരുത്തിരിയുന്നതെന്ന് ശ്രദ്ധേയമാണ്. കാരണം ഈ ഡ്രോണുകൾക്ക് വലിയ നിരീക്ഷണ ശേഷിയുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഏതാണ്ട് 50-45ഓളം ഡ്രോണുകൾ തകർന്നു വീണു, അല്ലെങ്കിൽ ആ ഒരു നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു യുദ്ധത്തിലുള്ളൊരു ക്രിയാത്മക അല്ലെങ്കിൽ ഒരു ശേഷി എത്രയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ വരികയാണ്. സ്വാഭാവികമായും അമേരിക്കയ്ക്ക് വലിയ ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ വലിയ ഒരു നഷ്ടം, ആയുധങ്ങളുടെ ഒരു കുറവ് സംഭവിക്കുന്നുവെന്ന് ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് ഇതുപോലെ അമേരിക്കയുടെ വലിയ സൈനിക ശക്തി വിളിച്ചോതുന്ന ഇത്തരം ഉപകരണങ്ങളുടെ ഒരു കഴിവ് കുറവ് കൂടിയാണോ ഇത് പ്രതിഫലിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉയരുന്നു. മാത്രവുമല്ല, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇറാനിയൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് സെപ്റ്റംബർ 12-13 തീയതികളിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് ഇറാനുമായി ഒരു പോർട്ട്, അവിടുത്തെ ഇന്ത്യ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് പോർട്ടുമായി, ചബാബർ പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ട്. നോൺ ഡോളർ ആയിട്ടുള്ള ഒരു എക്കോണമി, ഡോളറിൽ നിന്ന് മുക്തമായി മറ്റ് പ്രാദേശിക കറൻസിയുമായി വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു എക്കോണമി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അടുത്ത തവണ ഇത് ചൈനയിലാണ് ഈ ബ്രിക്സ് ഇതിൻ്റെ പ്രസിഡൻസി വരാനിരിക്കുന്നത്. 11 അംഗരാജ്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഇനി ഉള്ള ഒരു ലോകക്രമത്തിൽ ഇങ്ങനെ ഒരു നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിൽ ആണ് ഇത് പ്രതികരിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ആഗോള വിപണി എങ്ങനെ പ്രതികരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള സംശയങ്ങളാണ് അത് ഉരുത്തിരിയുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഏതായാലും ആഗോളതലത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു രാജ്യമായി തന്നെ അമേരിക്ക മാറുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ചില്ലറ നഷ്ടമല്ല, ചില്ലറ എതിർപ്പല്ല ട്രംപിന് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അമേരിക്കയിൽ നിന്നുണ്ടാകുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വാർത്ത, നമുക്കറിയാം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടുണ്ട്. അത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നാണ്. പുതിയ അണക്കെട്ടുകൾ കെട്ടി പാകിസ്ഥാന് സിന്ധു നദി പല ഇന്ത്യൻ നദികളിൽ നിന്നുള്ള വെള്ളം തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സിന്ധു നദീജല കരാറിൻ്റെ ലംഘനം എന്നൊക്കെ പാകിസ്ഥാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വളരെ സ്ട്രാറ്റജിക്കായി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാനുള്ള വെള്ളത്തിൻ്റെ വിഹിതത്തിൽ കുറവ് വരുത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പുതിയ ഭീഷണി. പാകിസ്ഥാൻ അവകാശപ്പെട്ട ഓരോ തുള്ളി വെള്ളവും ഞങ്ങളുടെ റെഡ് ലൈനാണ് എന്നാണ് ഒരു ചടങ്ങിൽ ഇസ്ലാമാബാദിൽ അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇന്ത്യ സമാധാനത്തിൻ്റെ ശത്രുവാണ് എന്നും മറ്റും ഇയാൾ വിശേഷിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മനു, ഇതിപ്പോൾ പാകിസ്ഥാൻ്റെ പ്രകോപനം ആദ്യമല്ല. പലതരത്തിൽ അവിടുത്തെ നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരെ സ്ട്രാറ്റജിക്കായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അസാധാരണ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ തള്ളിവിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതും വെറുമൊരു പ്രഹസനമായി മാത്രം കണ്ടാൽ മതിയല്ലോ. രഞ്ജിത്ത്, പാകിസ്ഥാൻ അവരുടെ ഒരു സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിക്കുന്നതാണ് ഈ 14-ാം തീയതി, ഓഗസ്റ്റ് 14 എന്നത് അവരൊരു സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന ഒരു ഘട്ടമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ആഘാതമാണ് ഈ ഇൻഡസ് ജല കരാർ റദ്ദാക്കി എന്നത്. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് ഈ ഇൻ്റർ വാട്ടർ ട്രീറ്റി റദ്ദാക്കുന്നത്. ഇത്തരമൊരു ഒരു ഉടമ്പടി റദ്ദാക്കുന്നതോടുകൂടി പാകിസ്ഥാനെ അത് വലിയ തോതിൽ സാമ്പത്തികമായി ബാധിക്കുന്നു. അത് ഈ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിലൂടെ ഒഴുകുന്നു. അതിൻ്റെ കാർഷിക ആവശ്യങ്ങളെ അത് ബാധിക്കുന്നു, ജനജീവിതത്തെ ബാധിക്കുന്നു. അങ്ങനെ വലിയ തോതിൽ ഒരു പ്രഹരം ഇന്ത്യ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ശേഷം ഇതിൽ ഒരു അയവുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഏതായാലും ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ഒക്കെ അവസാനിപ്പിച്ചുവെന്ന് നമ്മൾ കഴിഞ്ഞ മെയ് 10 പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് നമ്മൾ വ്യക്തമാക്കുകയാണ്. വെള്ളത്തിന് ഈ സിന്ധു നദീജലം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ഇതിൽ ഇനി ഒരു പുനരാലോചന ഇന്ത്യക്കുണ്ട് എന്ന് ആ നിലപാട് തുടരുകയാണ്. തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണം തുടരുകയാണ്. പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്കെതിരെ ഉള്ളൊരു ആക്രമണം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തീവ്രവാദികൾക്കെതിരെ സീറോ ടോളറൻസ് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. ഏതായാലും ഇനി പാകിസ്ഥാനുമായുള്ള പക്ഷേ ഈ ജലകരാറിൻ്റെ കാര്യത്തിൽ മാത്രം ഇന്ത്യ
ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. അതൊരു വലിയ പാഠം പാകിസ്ഥാന് നൽകുക എന്നൊരു ലക്ഷ്യം വളരെ യുദ്ധം അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടല്ലാതെ വളരെ തന്ത്രപ്രധാനമായി നൽകുക എന്നൊരു ലക്ഷ്യമാണ് ഇതിലൂടെ പ്രാവർത്തികമായിട്ടുള്ളത്. അപ്പോൾ ഇത് നിരന്തരം പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് അവിടെ പ്രതികരണങ്ങൾ വരുന്നത്. പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാനിൽ ഇതിനെപ്പറ്റി പറയുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി കരാർ തീർത്തും വീണ്ടും പുനർജീവിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പം ഈ വിഷയത്തിലുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന അവർക്ക് അതിനു മുന്നിൽ ഒരു വഴിയില്ല. അമേരിക്ക ഇറാൻ യുദ്ധമൊക്കെ പരിഹരിക്കാൻ നടക്കുന്ന പാകിസ്ഥാന് സിന്ധു നദീജല കരാർ പ്രശ്നം പരിഹരിക്കാൻ വേറെ ആഗോള തരത്തിലുള്ള ഒരു പിന്തുണയും കിട്ടുന്നില്ല. നമ്മുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് എന്ന് നമ്മൾ പറഞ്ഞ ഒരു പദ്ധതി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധികൾ ചെന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പിന്തുണ പാകിസ്ഥാന് കിട്ടുന്നുമില്ല. അതിന് ഇനി എന്ത് പോംവഴി എന്ന തരത്തിലുള്ള ചർച്ചകൾ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയായി വേണം ഇതിനെ കാണാൻ. തീർച്ചയായും മനു ഭരതാണ് വിശദമായി തന്നെ വാർത്തകളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടരാം. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിംഗിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ന്യൂഡൽഹിയിലെ ഇറ്റാലിയൻ എംബസി. പ്രതിഷേധവും ശക്തമായ വിയോജിപ്പും ഇറ്റാലിയൻ എംബസി രേഖപ്പെടുത്തി. രചനാത്മക് കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിലാണ് പ്രതിഷേധം. വിദേശ നേതാക്കളെ ആലിംഗനം ചെയ്യുന്ന മോദിയുടെ രീതിയെ പരിഹസിക്കുന്നതിനിടയിലായിരുന്നു വിവാദ പരാമർശം ഉണ്ടായത്. വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്തിനെ ആലിംഗനം ചെയ്തുകൊണ്ടായിരുന്നു പ്രതീകാത്മക പരിഹാസം. മെലോനിയാണോ കെട്ടിപ്പിടിച്ചത് എന്ന് സന്ദീപിന്റെ തമാശ രൂപേണ ചോദ്യത്തിന് താൻ ആ ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള രാഹുലിന്റെ മറുപടിയാണ് വിവാദമായത്.
വി.ഡി. സവർക്കറെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വിദ്വേഷ പ്രസംഗ കേസ് സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച സമൻസ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളും റദ്ദാക്കി. വിചാരണയ്ക്ക് ഉത്തർപ്രദേശ് സർക്കാർ അനുമതി നൽകിയില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. പ്രോസിക്യൂഷന് അനുമതിയില്ലാത്തതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2022 നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലാണ് രാഹുൽ ഗാന്ധി വി.ഡി. സവർക്കറെ വിമർശിക്കുന്ന പരാമർശം നടത്തിയത്. സവർക്കറെ ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് വിളിച്ചെന്നും വാർത്താ സമ്മേളനത്തിൽ ഇത് പരാമർശിച്ച് ലഘുലേഖ വിതരണം ചെയ്തുവെന്നും കാണിച്ച് അഭിഭാഷകനായ നൃപേന്ദ്ര പാണ്ഡെയാണ് ലക്നൌ കോടതിയെ സമീപിച്ചത്. മലപ്പുറം ആനങ്ങാടിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് മർദ്ദനം. ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് സ്വദേശി മുഹമ്മദ് സാദിഖാണ് ആക്രമിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പരപ്പനങ്ങാടി CI അടങ്ങുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് യുവാവ് ആക്രമിച്ചത്. പോലീസ് വാഹനവും തകർക്കാൻ ശ്രമിച്ചു. തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് സാഹസികമായി പിടികൂടിയത്. മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ നടന്നതിന്റെ മറവിലെ സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കരാർ നൽകിയതിലടക്കം അടിമുടി ദുരൂഹത നിലനിൽക്കെയാണ് സർക്കാരിന്റെ നിർണായക നീക്കം. മുൻമന്ത്രി അബ്ദുറഹ്മാനെതിരെയും അന്വേഷണമുണ്ടാകും. അതേസമയം സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. റൌഡി ലിസ്റ്റിലെ പ്രതി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കൊപ്പം നിൽക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി സ്പെഷ്യൽ ബ്രാഞ്ച്. കൊല്ലം ശക്തികുളങ്ങര സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിലുള്ള തൊത്തി എന്നറിയപ്പെടുന്ന ജോസഫ് ദാസനാണ് ചിഹ്നത്തിലേക്കൊപ്പമുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ടെന്നും മന്ത്രിയുടെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇയാളുടെ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിക്ഷേപണം നടന്ന് 8 മാസത്തിന് ശേഷം സുരക്ഷിതമായി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തി ഇന്ത്യയുടെ LVM-3 റോക്കറ്റിന്റെ ഉപേക്ഷിക്കപ്പെട്ട അപ്പർ സ്റ്റേജ് ഭാരമേറിയ പേലോഡ് വഹിക്കാനുള്ള ശേഷിയും അസാമാന്യ കരുത്തും കാരണം ബാഹുബലി റോക്കറ്റ് എന്നാണ് മാധ്യമങ്ങളടക്കം ഈ റോക്കറ്റിനെ വിശേഷിപ്പിക്കുന്നത്. ജൂലൈ 30-നാണ് LVM-3 റോക്കറ്റിന്റെ E-25 അപ്പർ സ്റ്റേജ് ദീർഘകാലം ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ചതെന്ന് ISRO സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2025 നവംബർ 2-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു ഈ റോക്കറ്റിന്റെ വിക്ഷേപണം. CMS-03 ആശയവിനിമയ ഉപഗ്രഹത്തെ വിജയകരമായി ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിച്ചത് ഈ റോക്കറ്റാണ്. കൃത്യതയോടെയുള്ള മിഷൻ പ്ലാനിങ്ങിന്റെ ഫലമായാണ് റോക്കറ്റ് അന്തരീക്ഷത്തിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിയതെന്ന് ISRO വൃത്തങ്ങൾ അറിയിച്ചു. ഏതായാലും വലിയ പുരോഗതിയാണ്, കുതിച്ചുകയറ്റമാണ് ഈ രംഗത്ത് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങുമൊത്തുള്ള റീൽ പങ്കുവച്ച സംഭവത്തിൽ നടൻ വിക്രമിന് തമിഴ്നാട് വനവകുപ്പ് നോട്ടീസ് നൽകി. ചിത്രീകരണം നടക്കുന്ന പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയാണ് നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനകം ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. ലാർ റിബൺ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്ന് ബിസിനസ്സുകാരനും വിക്രമിന്റെ മകളുടെ ഭർത്തൃപിതാവും വ്യവസായിയുമായ CK രംഗനാഥനോടും വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇഞ്ചമ്പാക്കത്തുള്ള രംഗനാഥന്റെ വീട്ടിൽ നിന്ന് കുരങ്ങിനെ കസ്റ്റഡിയിലെടുത്ത് ഈറോഡിലേക്ക് മാറ്റി. വനംവകുപ്പ് നടപടി ആരംഭിച്ചതിനെ തുടർന്ന് വിക്രം വിവാദ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ വിഷയത്തിൽ നടൻ വിക്രം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് കുരങ്ങുമൊത്തുള്ള വീഡിയോ വിക്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. എന്നാൽ വിദേശ ഇനത്തിൽപ്പെട്ട മൃഗത്തെ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അന്വേഷണം തുടങ്ങുകയായിരുന്നു. വന്യജീവി കച്ചവടത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ സൈറ്റ്സ് ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം എന്നിവ പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്നതും സംരക്ഷിക്കപ്പെടേണ്ടതുമായ ജീവിവർഗമാണ് ലാർ ഗിബൺ വിഭാഗത്തിൽപ്പെട്ട ഈ കുരങ്ങ്. ഇതിനെ മണിപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ് എന്നാണ് നിഗമനം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭരണ മാനേജ്മെന്റ് തലത്തിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങി BCCI. ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസ് അധ്യക്ഷനും മുൻ ഇതിഹാസ താരവുമായ VVS ലക്ഷ്മണിന് ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് എന്ന പുതിയ സുപ്രധാന പദവി കൂടി നൽകാൻ BCCI ഒരുങ്ങുന്നുവെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിലെ ചുമതലകൾ തുടർന്നുകൊണ്ട് തന്നെയാകും ലക്ഷ്മൺ ഈ പുതിയ പദവി വഹിക്കുക. കൂടാതെ അദ്ദേഹത്തിന്റെ BCCIയുമായുള്ള കരാർ 2 വർഷത്തെ കൂടി നീട്ടു നൽകുമെന്നും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതുവരെ
ക്രിക്കറ്റിൻ്റെ ഘടനയില്ലാതിരുന്ന ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് പദവി ലഭിക്കുന്നതോടെ തത്വത്തിൽ ഇത് ലക്ഷ്മണിന് ലഭിക്കുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ്. നിലവിൽ ജൂനിയർ ഇന്ത്യൻ ടീമുകളുടെ മേൽനോട്ടം, പരിക്കേറ്റ താരങ്ങളുടെ പ്രതിഭാസം, പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്കായുള്ള റോഡ് മാപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന ലക്ഷ്മണിന് ഇനി മുതൽ സ്റ്റാഫ് നിയമനങ്ങളടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. മുതിർന്ന കോച്ചുമാർ, സെലക്ടർമാർ എന്നിവർ മുതൽ CEO, യൂത്ത് ടീമുകൾ വരെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എല്ലാ തലങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ഇതിലൂടെ BCCI ലക്ഷ്യമിടുന്നത്. ഇത് പ്രതിഭകളെ കണ്ടെത്തുന്നതിലും കളിക്കാരുടെ വളർച്ചയിലും കൂടുതൽ ഏകീകൃതമായ സമീപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിനും മുകളിലായിരിക്കും ലക്ഷ്മണിന്റെ പുതിയ പോസ്റ്റ് എന്നാണ് ഇപ്പോൾ BCCI വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ ഹെഡ് കോച്ചായി മറ്റും നിയമിക്കാൻ തീരുമാനമെടുത്തിരുന്നു എങ്കിൽ പോലും ആ ചുമതലയിൽ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. കപ്പലിൽ ജോലി ചെയ്യുന്ന എറണാകുളം ഞാറയ്ക്കൽ സ്വദേശിയായ യുവാവിനെ കപ്പലിൽ നിന്നും കാണാതായി. ഞാറയ്ക്കൽ പാലശ്ശേരി വീട്ടിൽ 23 വയസ്സുള്ള ഷിൻടോൺ ബെന്നിയാണ് ഇന്തോനേഷ്യയ്ക്ക് സമീപത്ത് വെച്ച് കാണാതായത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,015, പവന് 1,12,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,520, പവന് 92,160. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.